ഹലോ ഗൈസ്, വെൽക്കം ടു ഓസം ടുഗെദർ. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാ ഞാൻ ഒറ്റയ്ക്ക് ഇരുന്ന് ഇൻട്രോ പറയുന്നതല്ലേ. ഇന്നൊരു സ്പെഷ്യൽ വ്ളോഗാണ്. ഇന്ന് വിവിൻ്റെ ബർത്ത്ഡേ വ്ളോഗാണ്. വിവിന് 30 years ആവാണ്. അപ്പം നാളെയാണ് 30 years ആവുന്നത്. അപ്പോൾ ഇന്ന് നൈറ്റാണ് ഞങ്ങൾ ആഘോഷിക്കുക. അപ്പോൾ അതിൻ്റെ വ്ളോഗാണ് കേട്ടോ ഇന്ന്. അപ്പം വിവേകിന് 30 years ആവുന്നതുകൊണ്ട് തന്നെ ഇന്ന് കുറച്ച് സ്പെഷ്യൽ ഡേ ആണ്. കാരണം 30 എന്ന് പറഞ്ഞാൽ എന്തായാലും ഒരു മൈൽ സ്റ്റോൺ ആണ്. അപ്പം ഞങ്ങൾ ചെറിയ രീതിയിലൊക്കെ ആഘോഷിക്കാമെന്ന് വിചാരിച്ചു. കുറേ നാൾ കഴിയുമ്പോൾ എടുത്ത് നോക്കുമ്പോഴൊക്കെ രസമല്ലേ. അപ്പം അങ്ങനെ നമുക്ക് റെക്കോർഡ് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇവർ ഞാൻ ബർത്ത്ഡേ ഗിഫ്റ്റ് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പം എല്ലാ കൊല്ലവും ഗിഫ്റ്റ് വാങ്ങിക്കും. സാധാരണ ഇലക്ട്രോണിക് സാധനങ്ങളൊക്കെയാണ് ഇതിന് കൊടുക്കാറ്. ക്യാമറ എക്യുപ്മെൻറ്റ്സോ അല്ലെങ്കിൽ എഡിറ്റിങ്ങിന് വേണ്ട എന്തെങ്കിലും കാര്യം അങ്ങനെയൊക്കെ, അല്ലെങ്കിൽ വാച്ചൊക്കെ കൊടുക്കാറുള്ളത്. അപ്പോൾ ഇന്ന് ഡിഫറെൻ്റ് ആയിട്ട് വേറൊരു സാധനം കേട്ടോ കൊടുക്കുന്നത്. അപ്പം സാധനം വന്നിട്ടുണ്ട്. ഇതാണ് സാധനം. അപ്പം ഇത് 2 ദിവസമായി വന്നിരിക്കുന്നു. വന്നപ്പോൾ തൊട്ട് ഇവർക്ക് ചോദിക്കുന്നുണ്ട് എന്താണെന്ന് ചോദിച്ചിട്ട് പറയാം. ആൾ കണ്ടു ഇതാന്നിരിക്കുന്നതൊക്കെ. അപ്പോൾ കുറേ ഗസ്സൊക്കെ പറഞ്ഞു. ഞാൻ ആണെന്നോ അല്ലയെന്നോ പറഞ്ഞിട്ടില്ല. ഗസ് അടിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. ഞാൻ പറഞ്ഞു വെയിറ്റ് ചെയ്യുക, എന്തായാലും നിനക്ക് തരും എന്ന് പറഞ്ഞ് വെച്ചിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ ഇന്ന് നൈറ്റാണ് ഞങ്ങളിത് സെലിബ്രേറ്റ് ചെയ്യുക. അപ്പോൾ ഇന്ന് നൈറ്റ് അവനിത് കൊടുക്കും. അപ്പോൾ നിങ്ങളെ ആ സമയത്ത് തന്നെ കാണിച്ചു തരാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് ബർത്ത്ഡേ വ്ളോഗാണ്. അപ്പോൾ എല്ലാവർക്കും ഈ ബർത്ത്ഡേ വ്ളോഗിലോട്ട് സ്വാഗതം. നമുക്ക് നേരെ വീട്ടിലോട്ട് പോവാം. ഗായ്സ്, അപ്പോൾ ഇപ്പോൾ രാത്രി ആയിട്ടുണ്ട് കേട്ടോ. നമ്മൾ രാവിലെയാണ് ആ വീഡിയോ ഫസ്റ്റ് വീഡിയോ എടുത്തത്. ഇപ്പോൾ രാത്രി ആയിട്ടുണ്ട്. ഇവിടെ ഞാനും ഇരിക്കുവാണ്. ഒരു ഉറങ്ങി എണീച്ചാണ് കേട്ടോ. ഇവൻ ഇനിയിപ്പം ഒരു ഒരു 10-11 മണിയൊക്കെ ആകുമ്പം കംപ്ലീറ്റ് ആയിട്ട് ഉറങ്ങും. പിന്നെ ഉറങ്ങിയാലേ നമുക്ക് പണിയൊക്കെ നടക്കുള്ളൂ. അതിൻ്റെ ഇടയിലൊക്കെ പോയിട്ട് ഞങ്ങൾ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് വന്നിട്ടുണ്ട്. അപ്പം ഇന്ന് ഉറങ്ങിയ സമയത്താണ് പോയത്. അപ്പം പെട്ടെന്ന് പോയിട്ട് വന്നായിരുന്നു. അതുകൊണ്ട് അധികം വീഡിയോ എടുത്തില്ല. തിരിച്ചു വന്നപ്പോൾ പിന്നെ ഓൾറെഡി കരച്ചിലായിരുന്നു. അമ്മയുടെ ഇരുന്നിട്ട് അങ്ങനെയൊന്നും അധികം ഇരിക്കില്ല. പിന്നെ അങ്ങോട്ട് ഫുള്ള് കരച്ചിലായിരുന്നു. ഇപ്പോഴാണ് ഉറക്കമൊക്കെ ഒന്ന് ഫുൾ ഉറങ്ങിക്കഴിഞ്ഞത്. ഇതുവരെ ഒരു വൈകുന്നേരം 6 മണി തൊട്ട് ഇതുവരെ ഒരു കരച്ചിൽ സീരീസ് ആയിരുന്നു. കരയും എണീക്കും ഉറങ്ങും അങ്ങനെ ആയിട്ട്. ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ ബർത്ത്ഡേ നൈറ്റ് സ്റ്റാർട്ടായി കേട്ടോ. ഇപ്പോൾ ഏകദേശം രാത്രി ഒരു 11:30 ആയിട്ടാണ്. ഇവിടെ എല്ലാവരും ഉറങ്ങി. അപ്പം ഞങ്ങൾ പയ്യെ പ്രിപ്പറേഷൻസൊക്കെ തുടങ്ങുകയാണ്. ഞങ്ങൾ ഇന്ന് രാത്രി കേക്ക് കട്ട് ചെയ്യുന്നുണ്ട്. കേക്കൊക്കെ ഓൾറെഡി സെറ്റായി വെച്ചിട്ടുണ്ട്. ഇനി ഞങ്ങളുടെ DIY കേക്കാണ് ഒന്ന് ചെയ്തേക്കുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് വിവേക് ജിമ്മിലൊക്കെ പോകുന്ന കാരണം നമ്മൾ അത്രയും മധുരമുള്ള കേക്കൊന്നും വാങ്ങിച്ചിട്ടില്ല. ഞങ്ങൾ അതിനോട് സെറ്റാക്കിയിരിക്കുന്ന കേക്കാണ്. പിന്നെ ഞങ്ങൾ ഇതുണ്ടാക്കുന്നത് എന്താണ്, സ്റ്റേക്കും പിന്നെ സ്മാഷ് പൊട്ടാറ്റോ ആണ്. അപ്പോൾ അതിനുള്ള പ്രിപ്പറേഷൻസ് ആണ് നടക്കുന്നത്. ഞാനിപ്പോൾ സ്മാഷ് പൊട്ടാറ്റോ ഉണ്ടാക്കുവാണെങ്കിൽ നമ്മുടെ ഉരുളക്കിഴങ്ങാണിത്. എല്ലാവർക്കും അറിയായിരിക്കും. അതിൻ്റെ പ്രിപ്പറേഷനാണ്. ഞങ്ങളിത് ഇടക്കിടക്ക് ഉണ്ടാക്കാറുണ്ട് അല്ലേ? ബാംഗ്ലൂരൊക്കെ ബാംഗ്ലൂരുള്ളപ്പോൾ ഞങ്ങൾ എപ്പോഴും ഉണ്ടാക്കുമായിരുന്നു. ഇവിടെ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് മാളും ഉള്ളപ്പോഴൊക്കെ അല്ലേ. 1-2 വട്ടമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഉണ്ടാക്കിയ കേക്ക് നിങ്ങൾക്ക് കാണണ്ടേ? ഇതാണോ സേതു ഉണ്ടാക്കിയ കേക്ക്. ഇതിൻ്റെ മേളിൽ നമ്മൾ ഡയറി മിൽക്കാണ് ഒരുക്കി വെച്ചിരിക്കുന്നത്. ഞാൻ പറയും സത്യം പറഞ്ഞാൽ ഇത് ഞങ്ങൾ ഇതിൻ്റെ കേക്ക് എന്ന് പറയുന്നത് ഞങ്ങൾ കടയിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. ഗീ കേക്ക് ഇല്ല, ഗീ കേക്ക് ഞങ്ങൾ കടയിൽ നിന്ന് വാങ്ങിച്ചിട്ട് അതിൻ്റെ പുറത്ത് ഞങ്ങൾ ഡയറി മിൽക്ക് ബബ്ലി വാങ്ങിച്ചിട്ട് അത് മെൽറ്റ് ചെയ്തിട്ടാണ് ഇതിൻ്റെ പുറത്ത് ഗാർണിഷ് ചെയ്തിരിക്കുന്നത്. അത് പിന്നെ നമ്മൾ നട്ട്സ് പൊടിച്ചിട്ടുണ്ട്. പിന്നെ ഈ കാണുന്ന 2 ബോൾ അത് കിൻഡർ ജോയ് ആണ് കേട്ടോ. ആക്ച്വലി ഇതിന് 5 എണ്ണം ഉണ്ടായിരുന്നു. 3 എണ്ണം ഞാൻ ഓൾറെഡി കഴിച്ചു പോയി. ബാക്കിയുള്ള 2 എണ്ണം വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. കണ്ടാ, അങ്ങനെ എന്തൊക്കെ 30ാമത്തെ വയസ്സിൽ കിൻഡർ ജോയ് കഴിക്കാൻ ഒരു അവസരം ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. കഴിച്ചോളൂ. കൊച്ചുപിള്ളേർ കഴിക്കുന്നതാണ്. ഇപ്പൊ കഴിക്കാൻ പറ്റത്തില്ല. ഇത് നമ്മൾ കേക്ക് കട്ട് ചെയ്യുമ്പോൾ കഴിക്കണം. ഓക്കെ, അപ്പൊ കുഞ്ഞു പിള്ളേർ കഴിക്കുന്ന വിവൻ ഇപ്പൊ ഈ പ്രായത്തിൽ ഇനി കഴിക്കാൻ പറ്റിയല്ലോ അല്ലേടാ? ഞാൻ നേരത്തെ കഴിച്ചിട്ടുണ്ട്. ഓൾറെഡി 5 എണ്ണം ഉണ്ടായിരുന്നു. ഇത് അറിഞ്ഞ് ഞാൻ വെച്ചേനാട്ടോ. അതുപോലത്തെ ഒരു കവറിൽ കിട്ടിയതേ. അതിനകത്ത് 5 എണ്ണം ഉണ്ടായിരുന്നു. അത് ഞാൻ കഴിച്ചു. അപ്പോൾ കേക്ക് സെറ്റാണ്. നമ്മൾ സ്മാഷ് പൊട്ടാറ്റോ അവിടെ സെറ്റായിട്ടുണ്ട്. കണ്ടോ? സത്യം പറഞ്ഞാൽ ശരിക്കും ഇത് കുറച്ചുകൂടി ഒന്ന് ഇതാവാനുണ്ട്, സ്മാഷ് ആവാനുണ്ട്. ഇപ്പം എനിക്ക് മിക്സ് ചെയ്യുന്ന ഓണാക്കാൻ പറ്റത്തില്ല. ഡൂഡു എണീക്കും. അതുകൊണ്ട് ഇത്രയും സ്മാഷ് വെച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നു അല്ലേ?
അതെ അതെ. ഓക്കെ, അപ്പോൾ ഇത് സെറ്റാണ്. നമുക്കിനി അടുത്ത സാധനം ഉണ്ടാക്കാനുള്ളത് നമ്മുടെ സ്റ്റേക്കാണ് കേട്ടോ. അടുത്ത നമ്മൾ ഉണ്ടാക്കുന്നത് സ്റ്റേക്കാണ്. ഇത് സെറ്റാണ്, ഇത് ഇത്രേ ഉള്ളൂ പരിപാടി. അടുത്ത നമ്മൾ സ്റ്റേക്ക് ഉണ്ടാക്കാം. അപ്പോൾ നമ്മളിന്ന് സ്റ്റേക്കാട്ടോ ഉണ്ടാക്കാൻ പോകും. നമ്മൾ ചിക്കൻ സ്റ്റേക്കാണ് ഉണ്ടാക്കുന്നത്. ഇത് ഉണ്ടാക്കുന്നവർക്ക് അറിയായിരിക്കും, അറിയാൻ വേണ്ടവർക്ക് വേണ്ടി പറയാം കേട്ടോ. അപ്പോൾ നമ്മൾ ചിക്കൻ്റെ ബ്രസ്റ്റ് പീസ് വെച്ചിട്ടാണ് ഈ സംഭവം ഉണ്ടാക്കുന്നത്. ഞങ്ങൾ ഓൾറെഡി ഇന്ന് വൈകുന്നേരം പോയി ചിക്കൻ വാങ്ങിച്ചിട്ട് ഞങ്ങൾ ബ്രസ്റ്റ് പീസ് ഡ്രസ്സ് ചെയ്ത് വെച്ചേക്കാണ്. അതായത് നമ്മൾ എന്തൊക്കെയാണ് യൂസ് ചെയ്തിരിക്കുന്നത് വെച്ചാൽ പെപ്പർ, സോൾട്ട്, പിന്നെ ലെമൺ ജ്യൂസ്, ഇത്രയും സാധനം നമ്മൾ ഒഴിച്ചിട്ട് നമ്മൾ മാരിനേറ്റ് ചെയ്ത് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചേക്കുമായിരുന്നു കുറച്ച് നേരം. ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമ്മൾ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മതിയായിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ലെമൺ നമുക്ക് വേണ്ടത് ഇനി ഒലീവ് ഓയിൽ, പിന്നെ ബട്ടർ, പിന്നെ കുറച്ച് ഗാർലിക്കും ആണ് നമ്മളിത് റോസ്റ്റ് ചെയ്യാൻ വേണ്ടി വേണ്ടത്. അപ്പോൾ നമുക്കിത് പല കൺസിസ്റ്റൻസിൽ ഉണ്ടാക്കാം. ചിലവർ നല്ലപോലെ റോസ്റ്റ് ചെയ്തെടുക്കും, ചിലവർ കുറച്ച് കുക്ക് ചെയ്ത് എടുക്കത്തുള്ളൂ, മീഡിയം റെയർ അങ്ങനെ പല രീതിയുണ്ട് ഇതിന്. നമ്മൾ നല്ലപോലെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന രീതിയിൽ വേവിച്ച് തന്നെയാണ് കേട്ടോ എടുക്കുന്നത്. ആദ്യം നമ്മൾ കുറച്ച് ഒലീവ് ഓയിലാണ് കേട്ടോ ഒഴിക്കുന്നത്. ഒലീവ് ഓയിൽ നമ്മൾ ഇവയൊക്കെ എപ്പോഴും കഴിക്കുന്നതാണ്. ഇവർ ജിമ്മിൽ പോകുന്ന ആളായത് കാരണം ഇവയൊക്കെ നമ്മുടെ കോക്കനട്ട് ഓയിലൊന്നും ഉപയോഗിക്കത്തില്ല. എന്ന് വെച്ചാൽ ജിമ്മിൽ പോയിട്ട് വരുമ്പോൾ കഴിക്കത്തില്ല അതൊന്നും. പിന്നെ ഉച്ചയ്ക്കൊക്കെ കഴിക്കാറുണ്ട് അല്ലേ? ഇത് ബട്ടറാണേ, ബട്ടറിനോട് നമ്മളിനി നെക്സ്റ്റ് നമ്മൾ ഇടാൻ പോകുന്നത് ബട്ടറാണ്. ബട്ടർ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച്. ഇപ്പം ഇത്രയും വലിയ പീസായത് കാരണം കുറച്ച് കൂടുതലിടാം. സ്പൂണിന് വിട്ട് വരുന്നില്ല. അടുത്ത് നമ്മൾ കുറച്ച് ഗാർലിക്കാട്ടോ ഇതിലിടുന്നത്. ഇത്രയും സാധനമാണ് നമുക്ക് വേണ്ടത്. ഇതൊന്ന് ചൂടാ വരുമ്പോഴത്തേക്ക് നമുക്ക് ഈ ബ്രസ്റ്റ് പീസ് നമുക്കിടാം. നമ്മളിത് ഫോർക്ക് വെച്ചിട്ട് ബ്രസ്റ്റ് പീസ് ശരിക്കും ഒന്ന് ഫോർക്ക് വെച്ച് നമ്മൾ കുത്തിയിട്ടാണ് നമ്മൾ നമ്മുടെ ഈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് മാരിനേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലോട്ട് നമ്മുടെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇറങ്ങി ചേർന്ന് നല്ലപോലെ മാരിനേറ്റ് ആയിട്ട് ഇരിക്കും കേട്ടോ. നിങ്ങൾ ചെയ്യുവാണെങ്കിൽ അങ്ങനെ ചെയ്യണം. കുറച്ച് വേറെ പീസും ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ സ്റ്റേക്ക് ഇവിടെ റെഡിയായി കേട്ടോ. അതിൻ്റെ മീറ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ എടുത്ത് റെസ്റ്റ് ചെയ്യാൻ വെച്ചേക്കുവാണ്. കുറച്ച് കഴിഞ്ഞ് നമുക്ക് കട്ട് ചെയ്യാൻ പറ്റുള്ളൂ, കുറച്ച് ടെമ്പറേച്ചറൊക്കെ താഴ്ന്നു കഴിയുമ്പോൾ. ഇനി നമുക്കൊരു സോസാണ് ഉണ്ടാക്കാനുള്ളത് കേട്ടോ. അപ്പം നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ അതേ ഓയിൽ തന്നെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഇതിലേക്ക് നമ്മൾ കുറച്ച് എന്താ പറയുക, നമ്മുടെ ഒണിയൻ ഉണ്ടല്ലോ, നമ്മുടെ വലിയ ഉള്ളി, സവോള കട്ട് ചെയ്തതും പിന്നെ കുറച്ച് ഗാർലിക്കും കൂടെ നമ്മൾ കുറച്ചുകൂടെ ഗാർലിക്ക് ഇടുന്നുണ്ട്. ഗാർലിക്കൊക്കെ നിങ്ങളുടെ ആവശ്യത്തിന് ഇഷ്ടമുള്ള പോലെ. ഓക്കെ, പിന്നെ ഇത് കറക്റ്റ് ഇങ്ങനെയൊന്നും അല്ല ഇതുണ്ടാക്കുന്ന രീതി. നിങ്ങൾ ഗൂഗിളിൽ നോക്കിയാൽ വേറെയൊക്കെ ആയിരിക്കും ഇട്ടിരിക്കുന്നത്. കുറച്ച് പ്രൊഫഷണലി ഉണ്ടാക്കുന്ന ആൾക്കാർ വേറെ രീതിക്കൊക്കെ, നമ്മളിത് നമ്മുടെ ഇഷ്ടത്തിനാണ് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുന്നത്. ഓക്കെ, ഇതൊക്കെ സെയിം തന്നെയാണ് കേട്ടോ യൂസ് ചെയ്യുന്ന സാധനങ്ങളൊക്കെ. പിന്നെ ഇത് ടെമ്പറേച്ചറും അതും ഇതൊക്കെ മാറ്റം ഉണ്ടാവും. അപ്പോൾ ഇത് നല്ലപോലെ സോട്ടായി വരണം. നമ്മൾ ഇതിലോട്ട് ഇന്ന് ചിക്കൻ സ്റ്റോക്കാണ് കേട്ടോ ആഡ് ചെയ്യുന്നത്. ഇത് നമ്മൾ ഉപയോഗിച്ചതിൻ്റെ കുറച്ചൊരു ഇരുന്നേച്ചതാണ്. ചിക്കൻ സ്റ്റോക്ക് കുറച്ച് ആഡ് ചെയ്യാം. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ ഫ്രഷ് ക്രീമാണ് യൂസ് ചെയ്യുന്നത്. നമുക്ക് ആൾക്കാർ പാഴ്സലൊക്കെ യൂസ് ചെയ്യാറുണ്ട്. നമുക്ക് അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ലെങ്കിൽ യൂസ് ചെയ്യേണ്ട. ഞങ്ങൾ സാധാരണ യൂസ് ചെയ്യാറില്ല. ഇനി അടുത്ത് നമ്മൾ ഡയറക്റ്റായിട്ട് നമ്മൾ ഫ്രഷ് ക്രീമാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ, മിൽക്കി മിസ്റ്റിൻ്റെ. ഗൈസ്, എങ്ങനെ 12 മണി ആയിരിക്കുന്നു. നമ്മുടെ എല്ലാ സാധനങ്ങളും സെറ്റായിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ കേക്ക് നമ്മൾ ടേബിളിൽ കൊണ്ട് സെറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. അപ്പോൾ വിവേകിന് 30 വയസ്സായതിന് പ്രതീകമായി നമ്മൾ 3 മെഴുകുതിരിയാണ് ഇവിടെ കൊളുത്താൻ പോകുന്നത്. 27 വയസ്സ് കുറഞ്ഞ് 3 വയസ്സായി. വിവേകിന് എന്നും 30 വയസ്സേ ആയിരിക്കത്തുള്ളൂ എല്ലാ വർഷവും. കമോൺ. അതെ അതെ, സേതുവിന് 5 വർഷമായിട്ട് 25 വയസ്സുള്ള പോലെ. എനിക്ക് 30 ആയിട്ടില്ല, മനസ്സിലായില്ലേ? നിനക്കാണ് 30. ഫെബ്രുവരി ആവുമല്ലോ.
ഫെബ്രുവരി ആവണ്ടേ, അതുവരെ നീ 30, ഞാൻ 29 വേണം. ഓക്കെ, ബാക്കി സാധനം എടുത്തിട്ട് വരാം. അങ്ങനെ സേതിൻ്റെ നമുക്ക് ചെട്ടിനാട് ചിക്കൻ സ്റ്റേക്കും കേക്ക് റെഡി ആയിട്ടുണ്ട്. ഈ സത്യം പറഞ്ഞാൽ ഈ സ്റ്റേക്ക് ഏത് രാജ്യത്തെ ഫുഡാണ്? കോണ്ടിനെന്റൽ ആണെന്ന് തോന്നുന്നു, എനിക്ക് സത്യത്തെ അറിയത്തില്ല കേട്ടോ. ഇത് പക്ഷെ കുമ്പളങ്ങയാന്ന് തോന്നുന്നു. ഉണ്ടാക്കി തന്നെ തിന്നുക. ഇതുവരെ കഴിച്ചിട്ടുള്ള നേരത്തെ കഴിച്ചിട്ടുണ്ട്. അതെ അതെ, കുമ്പളങ്ങി സ്റ്റേക്കും ആലുവ കേക്കും. എന്തുവാടാ ഇവൻ ഇതുവരെയൊക്കെ ചെയ്യുന്ന എന്നെ പറയണം. തിന്നെ കിട്ടിയത് തിന്നു കേട്ടാ. കഴിച്ചിട്ടുണ്ടോ? ബർത്ത്ഡേ പ്രമാണിച്ച് ഡെക്കറേഷൻ ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇത് കണ്ടോ, ഇത് നമ്മുടെ ഒരു ഫ്രണ്ട് ചെയ്ത് തന്നതാണ് കേട്ടോ. ഈ സാധനം സൈക്കോ ക്യാൻവാസ് ആണ് അവരുടെ പേര്. ഇതുവരെ ഉറങ്ങി. ഇതൊക്കെ സേതുവിൻ്റെ കലാവിരുദ്ധകളാണ്, കലാകൊലപാതകങ്ങളാണ്. കൊരങ്ങൻ ചോക്കോ എടി, നീ അറിഞ്ഞ ചോക്കോ നീ അറിഞ്ഞ എൻ്റെ അപ്പച്ചേട്ടന് 30 വയസ്സായി. ചോക്കോ എടി, കട്ടിൽ കണ്ട ചോക്കോ ശാവാ. എന്താ ചെയ്തു? ഇനിയാണ് നമ്മുടെ മെയിൻ സാധനം. എന്താ ഉള്ളത്? ക്ലാസ്സിൽ എന്താ നമ്മൾ ഒഴിക്കാറ്? ഓ, റാം. അങ്ങനെ എപ്പോ വാങ്ങിച്ച്? നമ്മള് വാങ്ങിയടാ. എപ്പം? നമ്മൾ പണ്ടത്തിന്റെ ബാക്കി. ഓ, ശിവാശ്രീകൾ. ഇപ്പൊ തന്നെ വരട്ടെ. സേതു വാങ്ങിച്ചിരുന്ന ഗിഫ്റ്റ് ആയത്. ഇതെന്താ നമ്മുടെ സാധനം കൊണ്ടുപോയിട്ട്? ടച്ചീസൊക്കെ ആർക്കും വേണം. ഒരു സാധനം എടുത്തിട്ട് ആദ്യം അത് ഒഴിച്ചടിക്കാം. മിക്കവാറും യൂട്യൂബ് നമ്മളെ ഇത് ചെയ്യാന്നാ തോന്നുന്നത് കേട്ടോ. വിസിബിലിറ്റി മാറ്റുമായിരിക്കും. സേതു വാങ്ങിച്ചിട്ട് ഗിഫ്റ്റ് കേട്ടോ. കുറേ ദിവസമൊക്കെ ഇട്ടിരിക്കാന്ന് പറഞ്ഞിട്ട് എന്താ സംഭവം എനിക്ക് അറിയത്തില്ല. എനിക്ക് തോന്നുന്നു ഷർട്ടുമല്ലോ. ബർത്ത്ഡേ ആയിട്ട് നിനക്ക് ഇഷ്ടമുള്ള സാധനം തന്നെ ഞാൻ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. ഒഴിക്കാം. ട്രോപ്പിക്കാൻ നീ എന്നെ വിളിച്ച ചോക്ലേറ്റ് കൊടുക്കും. ഇത് കുടിച്ചാൽ മതി. നീ അല്ലേ ജിമ്മി പോകുന്നത്? ഞങ്ങൾ സത്യം പറഞ്ഞ വിവേക് ഇപ്പൊ ഇതൊക്കെ നിർത്തി നല്ല സന്മാർഗം സ്വീകരിച്ചു. പക്ഷേ ബിസ്ക്കറ്റ് കളറുള്ള ട്രോപ്പിക്കാൻ എന്ത് ആപ്പിൾ ജ്യൂസ് ആണോ? ആപ്പിൾ ഡിലൈറ്റ്. ഫുഡ് റെഡി ആയപ്പോ ചോക്കോ ഓണോ കേട്ടോ. ചിക്കൻ്റെ മണം. ഇത് ചോക്കോന്റെ സിംഹാസനാണ്. ഇനി ഇത്രയല്ലേ ഉള്ളൂ. അപ്പോൾ കേക്ക് കട്ട് ചെയ്യാൻ പോവാണ്. ഓക്കേ, കട്ട് ചെയ്തോ. 25ാം പിറന്നാളിന്റെ കേക്ക്. ഇനി എന്ന് 25 ആയിരിക്കും. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ഡിയർ വിവേക്, ഹാപ്പി ബർത്ത്ഡേ ടു യു. ആരാ നോക്ക്? ചോക്കോട്ടി ചോക്കോക്കാണ് ആദ്യത്തെ കേക്ക്. ഞാൻ ഉണ്ടാക്കൊണ്ട് പറയല്ല, നല്ല കേക്ക്.
അല്ലേ കൊള്ളാം. കൊള്ളാം. ഞങ്ങളുടെ മോക്ക് കൊടുക്കട്ടെ. ചോക്കോമോളെ ഉറക്കത്തിന്നൊക്കെ എണീച്ചടി. വേണ്ട, ചിക്കൻ മതി. അപ്പൊ ചേട്ടന് 30 വയസ്സായ ചോക്കൊക്കെ ഇഷ്ടമല്ല. ആണ് ചോക്ക കേക്ക് ബഹിഷ്കരിച്ചിരിക്കുന്നു. കഴിക്കില്ല. ചിക്കൻ കൊടുത്തോക്ക് ഇപ്പൊ തിന്നും. ചോക്കോ 30 വയസ്സിന്റെ കേക്ക് ബഹിഷ്കരിച്ചു. ചോക്കോയുടെ അപ്പച്ചനെ ഇപ്പോഴും. സീരിയസ്ലി കേക്ക് എത്ര ഉണ്ട്? എങ്ങനെയുണ്ട്? ഇല്ലാടാ. അപ്പോൾ ഇത് കൊള്ളാം കേട്ടോ. നിങ്ങൾക്ക് ഇങ്ങനെ കേക്ക് ഉണ്ടാക്കണമെങ്കിൽ നിങ്ങൾ ട്രൈ. കൊള്ളാം, സീരിയസ്ലി കൊള്ളാം. ഞങ്ങൾ ചുമ്മാ ട്രൈ നോക്കിയതാണ്. പക്ഷേ ടേസ്റ്റ് ഉണ്ട്, കൊള്ളാം. ചോക്കോയ്ക്ക് കേക്കിന് പകരം ചിക്കൻ വേണ്ടായിരിക്കും. അയ്യോടാ, ചോക്കോ അല്ലായിരിക്കണം. അങ്ങനെ അവസാനം 30ാമത്തെ പൈസ കിൻഡർ ജോയ് കഴിക്കുന്ന ഒരു പാവത്താൻ. എങ്ങനെയുണ്ടടാ കിൻഡർ ജോയ്? അടിപൊളിയല്ലേ? ടേസ്റ്റ് ഇല്ല? കിൻഡർ ജോയ് ടേസ്റ്റ് ഒന്നുമില്ല. ജിമ്മിൽ പോകുന്നതിൻ്റെ ചെറിയൊരു പ്രശ്നം. അയ്യോ, അതെനിക്ക് തന്നേക്ക് മധുരാണല്ലേ? മതി. നീ എന്റെ ജിമ്മിൽ പോകുന്നെന്ന് പറഞ്ഞത്? ഇത് കഴിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞത്. അച്ഛനെ നമുക്ക് വെച്ചേക്കണേ. ചോക്ലേറ്റ് വെച്ചാൽ നാളെ രാവിലെ ഇരിക്കുമോ? ആയിരിക്കും. ഫ്രിഡ്ജ് വെച്ചാണ് അല്ലേ? വേണ്ടല്ലോ. നിനക്ക് വേണ്ടല്ലോ? എനിക്ക് വേണം. അങ്ങനെ സേതു ഭയങ്കര സർപ്രൈസ് ഇട്ട് വെച്ചിരുന്ന നമ്മുടെ ഗിഫ്റ്റ് എത്തി. എന്താ സംഭവം ഇന്ന് തുറന്നു നോക്കാനുള്ള സമയമാണ്. ഒരു 3-4 ദിവസമായിട്ടുണ്ട് ഇത് വന്നിട്ട് കേട്ടോ. വിവേക് എന്തൊക്കെയാ പറയുന്നത് വെച്ചാൽ വാച്ച്, പിന്നെന്താണ് ഉടുപ്പ്, പിന്നെന്താ വിവേക് നീ പറഞ്ഞത്? പിന്നെ എന്തോ ഫിൽറ്റർ, ഇതൊക്കെ പറയുന്നുണ്ട്. ഇതെന്താന്ന് നോക്കാം. ഇതിലേതെങ്കിലും ആയിരിക്കുമെന്ന്. ചിലപ്പോൾ ആയിരിക്കും. ഉച്ചണിക്കും എണീറ്റിയ സാധ്യതയുണ്ട്. തുറക്കാം. ഹാപ്പി ബർത്ത്ഡേ വിവേക്. എന്തായിരിക്കും വിവേക്? ഷർട്ടായിരിക്കും. ഇത് സത്യം പറഞ്ഞ വിവേക് ഇത് ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്. എനിക്കിത് വേണം, ഇങ്ങനെ ചെയ്ത കൊള്ളായിരിക്കും, എനിക്കിത് വേണം എന്നൊക്കെ പറയാറുണ്ട്. എനിക്കിത് ആഗ്രഹമുണ്ട് എന്നൊക്കെ പറയാറുണ്ട്. ഒരു ബർത്ത്ഡേക്ക് ഞാൻ സ്കെച്ചേഴ്സിൻ്റെ ഷൂ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു ബർത്ത്ഡേക്ക് ഞാൻ ഡാനിയൽ വില്ലിംഗ്ടൻ്റെ വാച്ച് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട് അല്ലേ? പിന്നെ സ്പീക്കർ, പിന്നെ വാച്ച്. ഈ ബർത്ത്ഡേക്ക് എന്തായിരിക്കും ഇവിടെ അങ്ങനെയാണെങ്കിൽ? ഐഡിയ. ഇവന് ഏറ്റവും ഇഷ്ടമുള്ള സാധനമായിരിക്കും. കാണുമ്പോൾ ഭയങ്കര ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് ഉറപ്പാണ്. നീ അത് തോക്ക് എങ്കിയോ പോച്ച്. ജാക്ക് ഡാനിയൽസ് ആമസോൺ വഴി കിട്ടുമോ? ഈശ്വര, നല്ലതായിരിക്കണേ എന്നാ ഞാൻ പ്രാർത്ഥിക്കും. മുഖത്ത് നിരാശയുടെ തുറന്നോക്ക്. ഇതാണ് സാധനം. തുറന്നോക്ക്. ഓ എനിക്ക് മനസ്സിലായി. തുറക്ക്. ഈ സാധനം ചോക്കോടായിക്കട്ടെ. ചോക്ക പെട്ടെന്ന് ചോക്ക് കൊടുക്ക്. ചോക്ക അടങ്ങിയിരിക്കട്ടെ. ഓ, അവരും ഗിഫ്റ്റ് റാപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ഗിഫ്റ്റ് റാപ്പ് ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു. എന്റെ ഗിഫ്റ്റ് ചോക്ക എന്തായിരിക്കും? അതിനിപ്പോ എന്തായിരിക്കും മനസ്സിലായത്. ചോക്കോനെ നാട് കടത്താനുള്ള സാധനമാണ്. എന്റെ കഞ്ഞി പാറ്റയിടാമാണ്. ഓടിക്കോ ചോക്കോ, ഓടിക്കോടി. ഇതാരെടുത്ത ഫോട്ടോയാ? ഇത് ഞാനെടുത്ത ഫോട്ടോസ്
ഫ്രെയിം ചെയ്ത് കാണിക്ക് എപ്പോഴും ഇരുന്ന് പറയേടി എനിക്കിങ്ങനെ ഫോട്ടോ എടുത്ത് ഇങ്ങനെ ഇവിടെ വെക്കണം, എനിക്കിങ്ങനെ വെക്കണമെന്ന് ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ ഗൈസ് ഇതെല്ലാം ഞാൻ എടുത്ത ഫോട്ടോസ് ആട്ടോ. ഇത് finally ബാംഗ്ലൂരിന് എടുത്ത ഫോട്ടോ. ഇത് നമ്മുടെ ഇവിടെ ഒരു അമ്പലത്തിൽ കഥകളിയുടെ സമയത്ത് എടുത്ത ഫോട്ടോ. ഇതാണ് ഇവന്റെ ഫേവറേറ്റ്, വൺ ഓഫ് ദ ഫേവറേറ്റ് എന്ന് തോന്നുന്നു അല്ലേ വിവേ? ഇത് കൊടൈക്കനാൽ വട്ടവട പോയപ്പോ എടുത്ത ഫോട്ടോ. നൈസ് ആട്ടോ, കൊള്ളാം, നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട് അല്ലേ. ഇത് ഫ്രെയിംലി എന്ന് പറഞ്ഞൊരു സൈറ്റിൽ നിന്ന് ചെയ്തതാട്ടോ. അവർ കറക്റ്റ് സമയത്തൊക്കെ എനിക്ക് ബർത്ത്ഡേക്ക് കൊടുക്കാനാന്നൊക്കെ പറഞ്ഞപ്പോൾ അവർ കറക്റ്റ് സമയത്തൊക്കെ എനിക്ക് ചെയ്തു തന്നു. എങ്ങനെയുണ്ട്, ഇഷ്ടപ്പെട്ടോ? അടിപൊളി. നമ്മുടെ വാളിൽ ഇനി വിവേകിന്റെ ഫോട്ടോസും ഇങ്ങനെ തന്നെ കാണിച്ചു. നൈസ് അല്ലേ? കൊള്ളാം. ഇവന്റെ മനസ്സിൽ ഷൂസ് ആയിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. അല്ലല്ല, ഇത് ഞാൻ എക്സ്പെക്ട് ചെയ്തില്ല കേട്ടോ. നൈസ്, നല്ല രസമുണ്ട്. ഇതിനോട്ട് നമുക്ക് ഈ വോള് നമുക്ക് ഫുള്ള് ഫോട്ടോസ് കൊണ്ട് നിറയ്ക്കണം. അടിപൊളിയായിട്ട്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചെറിയ വീഡിയോ ഇഷ്ടപ്പെടുന്ന കരുതുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.